വെൽക്കം ടു ആബിസ് ഫിസിക്സ്. ഞാൻ ആബിദ്. നമ്മൾ 8ാം ക്ലാസ്സിലെ അളവുകളും യൂണിറ്റുകളും എന്നുള്ള അധ്യായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അടിസ്ഥാന യൂണിറ്റുകൾ, അതേപോലെ അടിസ്ഥാന അളവുകളും, പിന്നെ വിൽപ്പന്ന അളവുകളും വിൽപ്പന്ന യൂണിറ്റുകളും, അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും, ഇതിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ്സും ഡിറൈവ്ഡ് യൂണിറ്റ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ നമ്മൾ പറഞ്ഞു SI യൂണിറ്റ് സിസ്റ്റം ഒക്കെ പറഞ്ഞു. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആയ പരപ്പളവ് കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പരപ്പളവ് കാണുക എന്ന് പറഞ്ഞാൽ ഏരിയ കാണാൻ നമുക്കറിയാൻ എളുപ്പമാണ്. നീളം ഇൻറ്റു വീതിയാണ് ഏരിയ എന്ന് പറയുന്നത്, പരപ്പളവ് എന്ന് പറയുന്നത്. ഒരു മുറിയുടെ നീളവും വീതിയും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ പരപ്പളവ് കിട്ടും. പക്ഷെ നമുക്ക് ഇതുപോലൊരു സാധനമൊക്കെ ആണെങ്കിൽ ഇത് നീളം വീതിയൊക്കെ അളന്ന് എന്താ പറയാ ഗുണിക്കാന്ന് പറഞ്ഞാല് അത് എളുപ്പമല്ല. കാരണം ഇതിന് ഇവിടെ ഒരു നീളവും ഇവിടെ വേറെ നീളമൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ഒരു ഇലയുടെ പരപ്പളവ് എങ്ങനെ കാണാം എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. എങ്ങനെ കാണാം? ഇതിപ്പോ ഈ ഇലയുടെ പരപ്പളവ് അറിഞ്ഞിട്ട് നമുക്ക് വലിയ ഗുണമൊന്നുമില്ലെങ്കിലും ചില ഇലകളുടെ പരപ്പളവ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതില് ഏകദേശം എത്ര ഫുഡ് ആ പ്ലാന്റ് ഉണ്ടാക്കുന്നതൊക്കെ വലിയ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് അത് ഡിറ്റർമിൻ ചെയ്യാനൊക്കെ ഉപകാരപ്പെടും. അപ്പൊ എങ്ങനെയാണ് ഒരു ഇലയുടെ പരപ്പളവ് അളക്കുന്നത് നമുക്ക് നോക്കാം. അത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഗ്രാഫ് പേപ്പറാണ്. ഗ്രാഫ് പേപ്പർ നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. മാത്തമാറ്റിക്കൽ ക്ലാസ്സിലാണ് ഗ്രാഫ് പേപ്പർ പരിചയപ്പെട്ടിട്ടുണ്ടാവുക. അപ്പൊ ഈ ഗ്രാഫ് പേപ്പറിൽ ഞാൻ ഈ ഇല ഇങ്ങനെ വെക്കുന്നു. ഇല വെച്ചതിന് ശേഷം ഇതിന്റെ അരികുകൾ, നമ്മുടെ ഇലയുടെ അരികുകൾ ഞാൻ മാർക്ക് ചെയ്യാണ്. ഇതാ ഓരോ അരികുകളും ഇങ്ങനെ മാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇല അങ്ങനെ തന്നെ വരക്കാൻ കഴിയുന്നവർ വരച്ചോളാം. കാരണം കൃത്യമായിട്ട് ആ ഏരിയ അറിയണമെങ്കിൽ വരക്കാൻ കഴിയുന്നവർ വരച്ച് തന്നെ ചെയ്തോളാം. അല്ലെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇലയുടെ അരികുകൾ ഞാൻ ഇതില് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോ ഇതിൽ മാർക്ക് ചെയ്ത ഈ ഇലയുടെ അരികുകള് ഞാൻ ഒന്ന് യോജിപ്പിക്കുകയാണ്. കാരണം ഞാൻ അങ്ങനെ വെറുതെ അവിടെ ഇവിടെ ഓരോ കുത്തിട്ട് പോയിട്ടേ ഉള്ളൂ. ഇനി അതൊന്ന് യോജിപ്പിക്കുകയാണ്. അപ്പോ യോജിപ്പിച്ച് നോക്കാം എങ്ങനെയാണ് ആ ഇലയുടെ രൂപം. അത് ഈ ഇലയുടെ രൂപം, ഈ രൂപം തന്നെ നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. പക്ഷെ ഏകദേശം ആ ഇലയുടെ ഒരു മാതൃക നമുക്ക് ഈ ഗ്രാഫില് കിട്ടും. അപ്പൊ അതൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് ആ ഇലയുടെ ഏകദേശ രൂപം ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നോക്കുക, ആ ഇലയുടെ ഏകദേശ രൂപമാണ് ഇപ്പൊ ഈ ഗ്രാഫ് പേപ്പറിൽ കാണുന്നത്. ഇനി ഈ ഗ്രാഫ് പേപ്പറിൽ നമുക്ക് എത്ര പൂർണ്ണമായ കളങ്ങൾ, ഇതാണ് ഒരു കളം എന്ന് പറയുന്നത്. ഇതൊരു കളം കണ്ടോ, ഈ ഒരു സ്ക്വയർ. അപ്പൊ അങ്ങനത്തെ എത്ര പൂർണ്ണമായ സ്ക്വയർ ഈ ഒരു ഇലക്കകത്ത് ഉണ്ടെന്ന് നമുക്കൊന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21. അപ്പോൾ നമുക്ക് ഫുൾ കോളങ്ങൾ, ഇങ്ങനെയുള്ള ഫുൾ കോളങ്ങൾ ഞാൻ ഈ ഇലയുടെ ഉള്ളിൽ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കി. അത് 50 എണ്ണ ഉള്ളത്, 50 എണ്ണം. അതേപോലെ പകുതിയോ അതിൽ കൂടുതലോ വലുപ്പമുള്ള കോളങ്ങൾ എത്ര ഉണ്ട് നോക്കാം. പകുതിയോ അതിൽ കൂടുതലോ, കാരണം അതിലും ചെറുതാണെങ്കിൽ നമ്മൾ അത് കൺസിഡർ ചെയ്യണ്ട, അല്ലെങ്കിൽ നമ്മളത് പരിഗണിക്കില്ല. അപ്പം പകുതിയോ അതിൽ കൂടുതൽ ഇത് നോക്കാം. ഇത് പകുതിയിൽ അധികമുള്ള ഒരു കോളാണ്. അതേപോലെ ഇവിടെ ഇത് പകുതിയിൽ അധികമുള്ള ഒരു കോളാണ്. അതേസമയം ഇത് പകുതി അധികമല്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് വെറുതെ വിട്ട് കളയാം, ഒഴിവാക്കാം. ആ പകുതിയിൽ അധികമുള്ള കോളങ്ങൾ
അതും എണ്ണി നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 12 കോളങ്ങൾ പകുതിയോ അല്ലെങ്കിൽ പകുതിയിലധികമോ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കോളം എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതായത് ഇവിടെ നോക്കുക, ഇത് 1 സെന്റിമീറ്റർ ആണ് ഈ നീളം. ഇതിന്റെ വീതി എന്ന് പറയുന്നതും 1 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ 50 കോളം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി അത് 50 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അതിന്റെ ഏരിയ. 50 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി പകുതിയോ അതിലധികമോ ഉള്ള കോളങ്ങൾ എത്ര ഉണ്ട്? 12 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് 12 കോളം പകുതി അല്ലെങ്കിൽ അതിൽ കൂടുതൽ, ഇപ്പൊ നമുക്കൊരു പകുതി എന്നുള്ള കണക്കിൽ എടുക്കാം. പകുതി ഉണ്ട്, 12 കോളങ്ങൾ പകുതി ഉണ്ട്. അതായത് 1/2 സെന്റിമീറ്റർ സ്ക്വയർ ഉള്ള 12 കോളങ്ങൾ. 12 ഇൻറ്റു 1/2, 12 ഇൻറ്റു 1/2. അപ്പൊ എത്രയായി? 6 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ പൂർണ്ണമായ കളങ്ങൾ നമുക്ക് ആ ഗ്രാഫില് കണ്ട പൂർണ്ണമായ കളങ്ങൾ എത്ര ഉണ്ട്? പൂർണ്ണമായ കളങ്ങൾ 50. അപ്പൊ നമ്മൾ കിട്ടി 50 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി പകുതിയോ അതിലധികമോ ഉള്ള കളങ്ങൾ, 12 എണ്ണമാണുള്ളത്. അപ്പൊ 12 ഇൻറ്റു 1/2 സമം 6 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോ ആകെ കളങ്ങൾ എത്രയായി? ആകെ സിക്കൽ ടു ഇവിടെ 50 പ്ലസ് 6 സമം 56. അതിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോ ആ ഇലയുടെ അളവ്, അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഇലയുടെ പരപ്പളവ് എന്ന് പറയുന്നത് 56 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. നമ്മൾ പരപ്പളവ് സാധാരണ സൂചിപ്പിക്കുന്നത് നീളം ഗുണിക്കണം വീതി ആണെങ്കിലും ഇങ്ങനെയുള്ള വസ്തുക്കളുടെ പരപ്പളവ് കാണാൻ നമ്മൾ ഈ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഏതൊരു വസ്തുവിന്റെയും നിശ്ചിത ആകൃതി, അതായത് ഇങ്ങനെ നീളം വീതിയും കൃത്യമായിട്ട് അളക്കാൻ പറ്റാത്ത ഒരു വസ്തുവിന്റെ പരപ്പളവ് നമുക്ക് ഈ രൂപത്തിൽ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ഡിറൈവ്ഡ് യൂണിറ്റ് നമുക്ക് നോക്കാം. വ്യാപ്തം എന്ന് പറയുന്ന ഒരു ഡിറൈവ്ഡ് യൂണിറ്റ്, വ്യുൽപ്പന്ന യൂണിറ്റ്. വ്യാപ്തം എന്താണ്? വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറഞ്ഞു. വോളിയം വ്യാപ്തം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോ ഞാൻ ഒരു സാധനം എടുക്കുന്നു, ഒരു മരക്കട്ട. ഓക്കെ, ഒരു മരക്കട്ട എടുത്തു. ഈ മരക്കട്ടയുടെ വ്യാപ്തം എന്ന് പറയുന്നത് ഇത് നിൽക്കാൻ എടുക്കുന്ന സ്ഥലത്തിന്റെ എത്ര സ്ഥലം എടുക്കും, ഇതിവിടെ സ്ഥിതി ചെയ്യാൻ എത്ര സ്ഥലം എടുക്കും, അതിനാണ് നമ്മൾ അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള മരക്കട്ടയ്ക്കാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പം വ്യാപ്തം കണ്ടുപിടിക്കാം. കാരണം മരക്കട്ടയുടെ വ്യാപ്തം എന്ന് പറയുന്നത് എപ്പോഴും മരക്കട്ടയുടെ നീളം ഗുണിക്കണം അതിന്റെ വീതി ഗുണിക്കണം അതിന്റെ ഉയരായിരിക്കും ഈ മരക്കട്ടയുടെ വ്യാപ്തം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കൃത്യമായ ഒരു ഷേപ്പുള്ള ഒരു വസ്തു ആണെങ്കിൽ നമുക്ക് അതിന്റെ വ്യാപ്തം പെട്ടെന്ന് കണ്ടുപിടിക്കാം. നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം ആയിരിക്കും ഇതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്. ഇനി ഞാൻ മറ്റൊരു വസ്തു എടുക്കുകയാണ്. ഇതൊരു ഗ്ലാസ് ആണ്. ഗ്ലാസ്സിൽ നിങ്ങൾക്ക് വെള്ളം കാണും. അപ്പൊ ഈ വെള്ളത്തിന്റെ വ്യാപ്തമാണ് എനിക്ക് അറിയേണ്ടത്. അപ്പൊ ഈ വെള്ളം ഇവിടെ നിൽക്കാൻ എത്ര സ്പേസ് എടുത്തു എന്നുള്ളതാണ് അല്ലെങ്കിൽ എത്ര സ്ഥലം എടുത്തു എന്നുള്ളതാണ് ഞാൻ നിർണ്ണയിക്കാൻ പോകുന്നത്. അതിന്റെ വ്യാപ്തം എന്ന് പറയുമ്പോൾ അതാണ് നിർണ്ണയിക്കുന്നത്. അപ്പൊ ഏതൊരു വസ്തു ആണെങ്കിലും അത് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലം എത്രയാണോ അതിനെയാണ് നമ്മൾ വ്യാപ്തം എന്ന് പറയുന്നത്. അപ്പോ ഖരവസ്തുക്കൾക്ക് വ്യാപ്തം കൃത്യമായിട്ട് നമുക്ക് ഈ രൂപത്തിൽ കാണാൻ സാധിക്കും. അതേസമയം
ദ്രാവക വസ്തുക്കളുടെ വ്യാപ്തം എന്ന് പറയുന്നത് അതിന്റെ കണ്ടെയ്നറിനനുസരിച്ചിരിക്കും. നമുക്കറിയാം അത് എവിടെയാണ് നിൽക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അതിന്റെ വ്യാപ്തം നിർണയിക്കുന്നത്. അപ്പൊ നമ്മൾ വ്യാപ്തം എന്ന് പറയുന്നത് ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെയാണ് നമ്മൾ വ്യാപ്തം എന്ന് പറയുന്നത്. നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം. ഇനി ഈ വസ്തുവിൽ ഇപ്പൊ നമ്മള് ഈ കണ്ട മരക്കട്ട ഇതിന്റെ വ്യാപ്തം ഞാൻ നിർണയിച്ചു. ഇതൊന്ന് ത്രാസിലിട്ട് ഇതിന്റെ മാസം നിർണയിച്ചു നിൽക്കാം. മാസ് ഇങ്ങനെ എനിക്ക് മാസ് എന്ന് പറയുന്നത് കിലോഗ്രാമിൽ കിട്ടും. അതേപോലെ വ്യാപ്തം എന്ന് പറയുന്നത് നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരാണ്. അപ്പൊ മീറ്റർ ഗുണിക്കണം മീറ്റർ ഗുണിക്കണം മീറ്റർ, അപ്പൊ മീറ്റർ ക്യൂബിൽ കിട്ടും. ഓക്കെ, ഇനി ഞാൻ പുതിയൊരു ടേം എന്താ ചെയ്യാണ്, സാന്ദ്രത കേട്ടിട്ടുണ്ടാവും. സാന്ദ്രത അഥവാ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം. നമുക്ക് ഈ വസ്തു ഒന്ന് ത്രാസിലിട്ട് അതിന്റെ മാസ് എത്രയാണെന്ന് നോക്കുക. വ്യാപ്തം വോളിയം നമ്മൾ ഡിറ്റർമിൻ ചെയ്യാം. മാസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അതിന്റെ സാന്ദ്രത എന്ന് പറയുന്നത്. മാസിന്റെ യൂണിറ്റ് നമുക്കറിയാം എന്തായിരുന്നു, കിലോഗ്രാം. കിലോഗ്രാം ബൈ വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്. അപ്പോ ഡെൻസിറ്റിയുടെ യൂണിറ്റ്, സാന്ദ്രതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്, സാന്ദ്രതയുടെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോ ഇങ്ങനെ സാന്ദ്രത നിർണ്ണയിച്ചു നിൽക്കാം. ഇനി സാന്ദ്രത നിർണ്ണയിക്കുമ്പോൾ തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു വെള്ളത്തിന്റെ സാന്ദ്രത. ഈ വെള്ളത്തിന്റെ സാന്ദ്രത പറയുമ്പോ ഇപ്പൊ ഇവിടെ ഞാന് ഇത് നിൽക്കുന്ന ഇത്രയും ഇതിന്റെ വോള്യം നിർണ്ണയിക്കും. അതേപോലെ ഇതിന്റെ ഇതിന്റെ മാസ് നിർണ്ണയിച്ചു നിൽക്കാം. അപ്പോ ഇതിന്റെ സാന്ദ്രത എനിക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. ഈ വെള്ളത്തിന്റെ മാസ് നിർണ്ണയിച്ചു, ഒപ്പം ഇത് നിൽക്കുന്നത് എത്ര സ്ഥലത്താണോ നിൽക്കുന്നത് അതിന്റെ വോള്യം നിർണ്ണയിച്ചു. അപ്പൊ മാസ് ബൈ വോള്യം എനിക്ക് സാന്ദ്രത നിർണ്ണയിക്കാൻ സാധിച്ചു. ഇനി ഞാന് ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടുകയാണ്. ഉപ്പിടുകയാണ്. അപ്പൊ ഞാൻ ഇത്രയും ഉപ്പിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മാസിൽ എന്ത് വ്യത്യാസം, എന്തുണ്ടാവുക, മാസിൽ വ്യത്യാസം വന്നു. കാരണം ഇത്രയും ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ടു. അപ്പൊ ഇപ്പോൾ ഉള്ള വെള്ളത്തിന്റെ മാസ് കൂടി. അതായത് മാസ് നേരത്തെ ഉള്ളേക്കാളും കൂടി. അപ്പൊ മാസ് കൂടി, വോള്യത്തിൽ മാറ്റമൊന്നും അധികം വന്നിട്ടില്ല. വോള്യത്തിൽ മാറ്റം വരുന്നില്ല. അപ്പൊ മാസ് കൂടി, വോള്യം അതേപോലെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ സാന്ദ്രത കൂടോ കുറയോ? ഇവിടെയാണ് കൂടിയത്. ഇവിടെ കൂടുക എന്ന് പറഞ്ഞാല് ഇവിടെയും കൂടും. ഇവിടെയാണ് കൂടിയിരുന്നെങ്കിൽ ഇത് കുറയുമായിരുന്നു. ഓക്കെ, അപ്പൊ മാസ് കൂടി, അതോടുകൂടി സാന്ദ്രതയും കൂടി. എന്ന് വെച്ചാൽ സാധാരണ വെള്ളത്തെക്കാളും ഉപ്പ് വെള്ളത്തിന് സാന്ദ്രത കൂടുതലായിരിക്കും. ഉപ്പ് വെള്ളത്തിന് സാന്ദ്രത കൂടുതലായിരിക്കും. അപ്പോ ഉപ്പ് വെള്ളവും എടുത്തിട്ട് അതില് സാന്ദ്രത ഏതിനാ കൂടുതൽ എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പൊ പറയണം ഉപ്പ് വെള്ളത്തിനാണ് സാന്ദ്രത കൂടുതൽ. നിങ്ങളൊരു കടലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ചാവുകടൽ എന്ന് പറഞ്ഞ കടലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഫലസ്തീന്റെയും ജോർദാന്റെ ഇടയ്ക്കുള്ള ഒരു കടലാണ് ചാവുകടൽ എന്ന് പറയുന്നത്. ചാവു ഫലസ്തീന്റെയും ജോർദാന്റെയും ഇടയ്ക്കുള്ള ഒരു കടലാണ് ചാവുകടൽ. ഈ കടലില് ഒരാളെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാല് അയാൾ മുങ്ങിപ്പോവില്ല. നമുക്ക് നീന്തൊന്നും അറിയില്ലെങ്കിലും നമുക്ക് പോയി ആ കടലിൽ ചാടാം. കാരണം മുങ്ങിപ്പോവില്ല. മുങ്ങാതെ നമ്മളിങ്ങനെ പൊങ്ങിക്കിടക്കും. അതായത് നമുക്ക് ആ കടലില് ഒരു പേപ്പറും കൊണ്ടുപോയി അല്ലെങ്കിൽ നമ്മുടെ പുസ്തകം കൊണ്ടുപോയി, സയൻസിന്റെ പുസ്തകം കൊണ്ടുപോയി ഇങ്ങനെ കടന്നാല് നമുക്കത് സുഖമായിട്ട് അവിടെ കടന്നിങ്ങനെ വായിക്കാം. കടലിൽ കടന്നിട്ട് വായിക്കാൻ പറ്റും. ഈ ചാവു കടലില് അങ്ങനെയാണ്. എന്തായിരിക്കും കാരണം? ചാവു കടലിലെ വെള്ളത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നത്, അവിടുത്തെ സാന്ദ്രത മറ്റ് കടലുകൾക്കാളും കൂടുതലാണ്. അതായത് ചാവു കടലില് നമുക്കറിയാം കടലിൽ ഉപ്പാണുള്ളത്, അല്ലെ? ഉപ്പുവെള്ളം ഉള്ളത്. അപ്പൊ ഈ ഉപ്പ് എന്ന് പറയുന്നത് കടലിലെ, നമ്മുടെ സാധാരണ കടലിലെ ഉപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ കോഴിക്കോട് നമ്മൾ പോവാണെങ്കിൽ അവിടുത്തെ കടലിലെ ഉപ്പ്, കടലിലെ വെള്ളം നമ്മള് വായിൽ വെച്ച് നോക്കിയാൽ അപ്പൊ നമ്മള് ഉപ്പും. എന്താ കാരണം? അത്രയും ഉപ്പുണ്ടായിരുന്നു. സാധാരണ കടലില് 1 ലിറ്റർ വെള്ളത്തില് ഏകദേശം
35 ഗ്രാം ഉപ്പുണ്ടാവും. 35 ഗ്രാം പെർ ലിറ്റർ. അതേസമയം ചാവുകടലിലെ ഉപ്പ് എന്ന് പറയുന്നത് 340 ഗ്രാം പെർ ലിറ്റർ ആണ്. 340 ഗ്രാം പെർ ലിറ്റർ. ഒരു ലിറ്റർ വെള്ളം എടുത്താല് അതിനകത്ത് 340 ഗ്രാം ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളം നമ്മള് അഥവാ ചാവുകടലിൽ നമ്മൾ കൊണ്ടിട്ടിട്ട് ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒന്നായിട്ട് ഛർദിക്കും. കാരണം അത്രയും ഉപ്പ് കലർന്ന വെള്ളമാണ് ചാവുകടലിലുള്ളത്. അപ്പൊ സാന്ദ്രത വളരെ കൂടുതലുള്ള ഒരു ഏരിയയാണ് ചാവുകടൽ എന്ന് പറയുന്നത്. അവിടുത്തെ കടലിലെ വെള്ളത്തിന് സാന്ദ്രത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിൽ എന്ത് വസ്തു കൊണ്ടിട്ടാലും മിക്കവാറും അത് പൊങ്ങിക്കിടക്കും. അപ്പോ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉപ്പ് വെള്ളത്തിന് സാധാരണ വെള്ളത്തെക്കാളും സാന്ദ്രത കൂടുതലാണ്. അപ്പോ ഞാനിവിടെ എഴുതാണ് ഉപ്പ് വെള്ളമാണെങ്കിൽ അതിന് സാന്ദ്രത കൂടുതൽ, സാധാരണ വെള്ളത്തെക്കാളും സാന്ദ്രത കൂടുതൽ. ഇനി അപ്പോ ഈ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഈ വെള്ളത്തിൽ നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ താന്നു പോകുന്ന ഉറപ്പാണ്. പുഴയിൽ നിങ്ങളൊന്ന് പോയി ചാടി നോക്കുക, പുഴയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കടലിലൊന്ന് പോയി ചാടി നോക്കുക. ചാടിക്കഴിഞ്ഞാല് ഒപ്പം ആളുണ്ടാവണം, ഇല്ലെങ്കിൽ പിടിച്ചു കയറ്റാൻ ആളുണ്ടാവണം. കാരണം നമ്മൾ മുങ്ങിപ്പോവും, ഉറപ്പാണ്. അതേസമയം ഇവിടെ നമ്മളെ ചാവുകടലില് ഉപ്പുവെള്ളത്തിൽ ചാടിക്കഴിഞ്ഞാല് അവിടെ നമുക്ക് മുങ്ങിപ്പോവില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പൊ ഉപ്പുവെള്ളത്തിന് സാന്ദ്രത കൂടുതലാണ്, വെള്ളത്തിനേക്കാളും ഉപ്പുവെള്ളത്തിന് സാന്ദ്രത കൂടുതലാണ്. ഇനി വെള്ളത്തിലേക്ക് നിങ്ങൾ മണ്ണെണ്ണ ഒന്ന് ഉറ്റിച്ചു നോക്കുക. നിങ്ങള് മഴക്കാലത്ത് നിങ്ങൾ റോഡിലൂടെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റോഡിലൊക്കെ ഒരു മഴവില്ല് കണക്കെ ഒരു പാട ഇങ്ങനെ കാണുന്നുണ്ടാവും. അതെന്താണ്? വാഹനങ്ങളിൽ നിന്ന് ഉറ്റുന്ന പെട്രോളിന്റെ അല്ലെങ്കിൽ ഡീസലിന്റെയോ പാടയാണ് ആ കാണുന്നത്. അപ്പൊ അങ്ങനെ മണ്ണെണ്ണ, പെട്രോൾ, ഡീസൽ ഇതൊക്കെ ഒരേ വർഗത്തിൽപ്പെട്ട സാധനങ്ങളാണ്, അത് പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് അതൊക്കെ. അപ്പൊ അവിടെ മണ്ണെണ്ണ ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ മണ്ണെണ്ണ കാണാൻ സാധിക്കും. വെള്ളത്തിന്റെ മുകളില് ഒരു പാട പോലെ വന്നു നിൽക്കും. അപ്പോ മണ്ണെണ്ണ വെള്ളത്തെക്കാളും സാന്ദ്രത കുറവാണ്. അപ്പോ സാന്ദ്രത കുറഞ്ഞ വസ്തുവാണ് മണ്ണെണ്ണ. പിന്നെ സാന്ദ്രത ഉള്ളത് വെള്ളം. വെള്ളത്തെക്കാളും സാന്ദ്രത ഉള്ളതാണ് ഉപ്പ് വെള്ളം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വേറെ ഒന്നും കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു വീട് ഇങ്ങനെ കത്തുമ്പോ സാധാരണ നമ്മൾ വെള്ളം കൊണ്ടാണ് എന്ത് ചെയ്യുക, അത് അണക്കാൻ പോവാറ്, അല്ലെങ്കിൽ വെള്ളം കൊണ്ട് നമ്മൾ തീ അണക്കും. അതേസമയം പെട്രോളോ ഡീസലോ കത്തിപ്പോവുകയാണെങ്കിൽ, പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ എങ്ങാനും വെള്ളം തളിച്ചാല് ഒരിക്കലും ആ തീ കെട്ടുപോവില്ല, പകരം ആളി കത്തിക്കൊണ്ടേയിരിക്കും. എന്താ കാരണം ഇത് തന്നെയാണ്. നമുക്കറിയാം, മണ്ണെണ്ണ, അതേപോലെ ഡീസൽ, അതേപോലെ പെട്രോൾ എന്നൊക്കെ പറയുന്നത് സാന്ദ്രത കുറഞ്ഞവയാണ്. വെള്ളത്തെക്കാളും സാന്ദ്രത കുറവാണ്. അതുകൊണ്ട് തന്നെ അത് വെള്ളത്തിന്റെ മുകളിലേക്ക് വരും. അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വെള്ളത്തിന്റെ മുകളിലേക്ക് വരും, പിന്നെയും കത്താൻ തുടങ്ങും. അപ്പോ ഡീസലും പെട്രോളും ഒന്നും കത്തുമ്പോ ഒരിക്കലും വെള്ളം ഒഴിച്ച് കെടുത്താൻ പാടില്ല. അപ്പോ 3 കാര്യങ്ങൾ നിങ്ങൾക്കോ ഇതിന്ന് മനസ്സിലാക്കി വെക്കുക. മണ്ണെണ്ണ, ഡീസൽ, പെട്രോൾ ഇവ വെള്ളത്തെക്കാൾ സാന്ദ്രത കുറവാണ്. വെള്ളത്തെക്കാൾ സാന്ദ്രത കൂടിയ ഒരു സാധനമാണ് ഉപ്പുവെള്ളം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ മറ്റൊന്നും കൂടെ നിങ്ങൾ പ്രയോഗിക്കുന്നവര് അല്ലെങ്കിൽ പ്രയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്കറിയാം, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ കൊതുക് വരും. അപ്പൊ കൊതുക് വരുമ്പോ അതിനെ ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യും? അതൊന്ന് മറച്ചിടും. ഇപ്പൊ ചിരട്ട അല്ലെങ്കിൽ ചെറിയ പാത്രങ്ങളൊക്കെ നമുക്ക് മറച്ചിടാം. ചില സ്ഥലങ്ങളില് നമ്മളെ വീടിന്റെ പാത്തികളിൽ നമുക്ക് വെള്ളം കെട്ടിക്കുന്ന കാണാം. അതെപ്പോഴും നമുക്ക് അങ്ങനെ മറിച്ചിടാൻ സാധിക്കൂല. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഒരു 2-3 തുള്ളി മണ്ണെണ്ണ അതിലങ്ങ് ഉറ്റിച്ചു കൊടുത്താൽ മതി. അപ്പൊ മണ്ണെണ്ണ ഉറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ മുകളില് ഈ മണ്ണെണ്ണ ഒരു പാട സൃഷ്ടിക്കും. മണ്ണെണ്ണ പാട സൃഷ്ടിക്കുന്നതോടുകൂടി അവിടെ കൊതുകിന് മുട്ടയിടാൻ സാധിക്കൂല. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ ഒരു സാന്ദ്രത വ്യത്യാസം കാരണം
നമുക്ക് അങ്ങനെ പല ഉപയോഗങ്ങളും ഉണ്ട്. അപ്പോൾ സാന്ദ്രത എന്ന് പറയുന്നത്, ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണെന്ന് ഓർത്ത് വെക്കുക. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെന്നും ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വ്യാപ്തം എന്നുള്ള അളവിനെ പറ്റി പറയാനുള്ളത്. വിവിധ വസ്തുക്കളുടെ വ്യാപ്തവും അതേപോലെ ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളൂ. ഇനി ഈ ഒരു 3 സാധനങ്ങളുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള സാമ്യത അല്ലെങ്കിൽ താരതമ്യവും പഠിച്ചു വെക്കുക. ഉപ്പുവെള്ളമാണ് എപ്പോഴും വ്യാപ്തം കൂടുതൽ, ഡെൻസിറ്റി കൂടുതൽ. വ്യാപ്തം കൂടുതൽ അത് തന്നെയാണ്. വെള്ളം ഡെൻസിറ്റി ഉപ്പുവെള്ളത്തെക്കാളും കുറവാണ്. അതിലും കുറവാണ് മണ്ണെണ്ണ, ഡീസൽ, പെട്രോൾ എന്നിവയുടെ ഡെൻസിറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സുകളിൽ എങ്ങനെയാണ് യൂണിറ്റുകൾ പറയുമ്പോൾ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ ഒക്കെ പറയാതെ ചില നിയമങ്ങൾ പാലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണ് ആ നിയമങ്ങൾ എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് ഇത്രയും മാത്രം ഓർമ്മിച്ചു വെക്കുക. എങ്ങനെയാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്താണ്, അതെങ്ങനെയാണ് കണ്ടുവരുത്തുന്നത്, ഇലയുടെ പരപ്പളവ് എങ്ങനെ കണ്ടു, സാന്ദ്രത എങ്ങനെ കണ്ടു, വിവിധ വസ്തുക്കളുടെ സാന്ദ്രതകൾ തമ്മിലുള്ള താരതമ്യം. ഓക്കെ, താങ്ക് യു.